തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൽ ഡോക്ടേഴ്സിന്റെ സംഘടന KGMOA ആശുപത്രിയിൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള സേവനങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, എന്തായാലും ഈ ഡോക്ടർക്കെതിരെ ചെറിയ ആരോപണമല്ല ഉന്നയിക്കപ്പെടുന്നത്. കൈക്കൂലി വാങ്ങി, അതോടൊപ്പം തന്നെ വേണ്ട സമയത്ത് ചികിത്സ നൽകിയില്ല എന്നത് ഉൾപ്പെടെയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇതിലൊരു അന്വേഷണം അത് ഏത് തരത്തിലാണ്? ഒപ്പം തന്നെ ഈ മറ്റു ഡോക്ടേഴ്സ് അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള സേവനങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നും അറിയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് നടക്കുന്നത്? ഹാഷ്മി, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ നിരവധിയായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. നേരത്തെയും അവർക്കെതിരെ വിവിധ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ വരുന്ന ഏതാണ്ട് 50% പേരെയും നോക്കുന്നതവരാണ്, ശസ്ത്രക്രിയകൾ നടത്തുന്നതവരാണ്. ശസ്ത്രക്രിയയ്ക്ക് പണം നൽകി എന്നതടക്കമുള്ള ആരോപണമാണ് കഴിഞ്ഞ ദിവസം മരിച്ച കുഞ്ഞിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ആരോപണങ്ങളുടെയും ഈ നവജാത ശിശു മരിച്ച സംഭവത്തിലുമാണ് ഇവർക്കെതിരെ, അതായത് പ്രത്യേകിച്ച് കുടുംബത്തിന്റെ വ്യാപകമായ പ്രതിഷേധം, ഒപ്പം ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം, ഇതെല്ലാം കണക്കിലെടുത്താണ് ആരോഗ്യവകുപ്പ് ഇന്നലെ വൈകുന്നേരം ഈ ഡോക്ടറെ പുറത്താക്കാനുള്ള അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചത്. ബിന്ദു സുന്ദറിനെ പുറത്താക്കിക്കൊണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് അങ്ങനെയാണ്. അങ്ങനെ ആരോഗ്യവകുപ്പ് നിർബന്ധിതമാകുകയായിരുന്നു. ഇതിൽ ഇന്ന് ഈ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഇന്നലെ ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട SITയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ആ വിശദ അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്നോ നാളെയോ ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് DMOയ്ക്ക് ലഭിക്കുമെന്നുള്ളതും അതിനുശേഷം ആരോഗ്യവകുപ്പിലേക്ക് എത്തും എന്നുള്ളതും മനസ്സിലാക്കുന്നു. തുടർ നടപടികൾ വേണോ എന്നുള്ള കാര്യം ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം, അതായത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇവർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA ഈ വിഷയത്തിൽ ഈ ഡോക്ടർ ബിന്ദു സുന്ദറിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവർ ഒരു വിശദമായ പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പ്രധാനമായ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഈ വിഷയങ്ങളിലൊക്കെ പ്രതിഷേധിച്ച് ഇന്നവർ ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും ബഹിഷ്കരിക്കാൻ KGMOA തീരുമാനിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും എമർജൻസി ആവശ്യങ്ങൾ മാത്രമേ നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് നടക്കുകയുള്ളൂ. ജില്ലാതലത്തിൽ നിസ്സഹകരണ സമരവും ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി സമരം വ്യാപിപ്പിക്കുമെന്ന് KGMOA വ്യക്തമാക്കുന്നു. അവർ പറയുന്നത് വിദഗ്ധ സമിതിയുടെ ശാസ്ത്രീയ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപേ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണ്. അത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. സംഭവത്തിന്റെ സത്യാവസ്ഥ വിലയിരുത്താതെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധം എന്നാണ് അവർ പറയുന്നത്. രോഗീ പരിചരണത്തിൽ സംഭവിക്കുന്ന സ്വാഭാവിക സങ്കീർണതകളെ ചികിത്സാ പിഴവായി മുദ്രകുത്തി ആൾക്കൂട്ട വിചാരണയും ആശുപത്രി അതിക്രമവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പരിമിത സാഹചര്യങ്ങളിൽ ലഭ്യമാകുന്ന എല്ലാ ചികിത്സയും അവിടെ അമ്മയ്ക്കും കുഞ്ഞിനും കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്ന പാവങ്ങളോട് കൈക്കൂലി ചോദിച്ചു എന്ന ആരോപണം സത്യമാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ ജനാധിപത്യ വിരുദ്ധതയാണ് എന്നുകൂടി സമരം ചെയ്യുന്നവർ മനസ്സിലാക്കണം. ഡോക്ടർക്കെതിരെ ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. രോഗികളോട് ഉള്ള അറഗൻസ് അടക്കം ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കെതിരെ നേരത്തെയും ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കുഞ്ഞിന്റെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അന്വേഷണം നടക്കട്ടെ. എന്തായാലും അതിന് സമരമായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് ശരി. ഇപ്പോൾ ന്യായമായ ആവശ്യങ്ങളുടെ സമരം നമ്മൾ ന്യായമാണെന്ന് പറയുന്നുണ്ടല്ലോ. അന്യായമായ സമരങ്ങളിൽ സമരം വേണോ എന്നുകൂടി ആലോചിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.